നമസ്തേ. ഈ പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായി എന്ന് രണ്ടാമതൊരു ചോദ്യം ചോദിക്കപ്പെടുകയുണ്ടായി. ജാതമായതെല്ലാം സംഭവിച്ചത് ഈശ്വരനിൽ നിന്നാണ്, ആത്മാവിൽ നിന്നാണ്. പ്രപഞ്ചമായിട്ട് പ്രതിഭാസിക്കുന്നത് ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവ് തൻ്റെ യഥാർത്ഥ സ്വരൂപം കൈവടിയാതെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. ജലം തന്നെ സമുദ്രമായി വർത്തിക്കുന്നു. ആ സമുദ്രം തന്നെയാണ് തിരകളായിട്ട് ഉണ്ടായി വന്നിരിക്കുന്നത്. തിരയിൽ ജലമല്ലാതെ മറ്റൊന്നുമില്ല. ജലത്തിൽ നിന്ന് അഭിന്നമായിട്ടൊരു തിരയെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പം തിര വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പം ആ തിര എന്ന് പറയുന്നത് സമുദ്രം തന്നെയാണ്, ജലം തന്നെയാണ് എന്നറിയുന്നത് പോലെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായത് ആയിട്ട് കാണുന്നുവെങ്കിൽ പ്രഭവസ്ഥാനം ആത്മാവ് തന്നെ. ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. പച്ച പരമാർത്ഥം എന്ന് പറയുന്നതാണ്. പിന്നെ ഉണ്ടാക്കപ്പെട്ടതിന് തനിയെ നിലനിൽക്കാനൊട്ട് സാധ്യവുമല്ല. അത് തനിയെ നിലനിൽപ്പില്ലാത്തതാണ്. അതിന് തനിയെ പ്രകാശിക്കാൻ സാധിക്കുന്നില്ല. സ്വതയേവന ഭാതി. പ്രപഞ്ചത്തിന് എവിടെയാ തനിയെ നിൽക്കാൻ സാധിക്കുന്നത്? എൻ്റെ കൈക്ക് തനിയെ പ്രവർത്തിക്കാൻ സാധിക്കുമോ? കാലിന്, കണ്ണിന്, മൂക്കിന്, നാക്കിന്, ത്വക്കിന്, ചെവിക്ക്, ദശേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ട്. ജീവനിൽ നിന്ന് വ്യത്യസ്തമായി, ജീവൻ സമം ആത്മാവെന്ന് കണ്ടു. ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കൈ ഉയർത്താനോ കാല് ഉയർത്താനോ സാധ്യമല്ല. ഉയർത്തപ്പെടുന്നത് ആത്മസാന്നിധ്യത്താലാണ്. ആത്മസാന്നിധ്യമില്ലെങ്കിൽ കൈ കൈയല്ല, കാല് കാലല്ല, കണ്ണ് കണ്ണല്ല. അതെല്ലാം ജഡവസ്തുക്കൾ. നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പം അതിന് സ്വതവേ പ്രകാശിക്കാൻ വസ്തുക്കൾക്ക് സമല്ല. സൂര്യന് തനിയെ പ്രകാശമില്ല. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ്. ചന്ദ്രന്റെ പ്രകാശമില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് കിട്ടുന്നതും സൂര്യൻ ആത്മാവിൽ നിന്ന് കിട്ടുന്ന പ്രകാശവുമായതുകൊണ്ട് ചന്ദ്രികയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ആത്മാവ് തന്നെ. വെളിച്ചമായിട്ട് നമുക്ക് ഏതൊക്കെ കാണപ്പെടുന്നുണ്ടോ അതെല്ലാം, ആ പ്രകാശമെല്ലാം തസ്യഭാസ സർവമിതം വിഭാതി എന്നുള്ളതാണ് സത്യം. ആത്മാവിന്റെ പ്രകാശം കൊണ്ട് മറ്റെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നതായിട്ട് തീരുന്നതാണ്. തനിയെ പ്രകാശിക്കാനായിട്ട് ഇവയ്ക്കൊന്നും സാധ്യമല്ല. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി. വ്യഷ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതേ നിയമം തന്നെയാണ് സമഷ്ടിയിലും ആകമേയുള്ള പ്രപഞ്ചത്തിലും വരുന്നത്. അപ്പോൾ വ്യക്തിയായിട്ട് നിൽക്കുന്ന വസ്തുവിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെ എവിടെയൊക്കെ ഏത് സൗരയൂഥ ഘടകങ്ങളിലോ മിൽക്കി വേയിലോ ഒക്കെ ഉള്ളത് എന്തൊക്കെയാണോ അതിൻ്റെ എല്ലാം പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിയിൽ സംഭവിക്കുന്നത് പോലെയാണ്. അപ്പം എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഉള്ളിലുള്ള ആത്മചൈതന്യം കൊണ്ടാണെങ്കിൽ അതേപോലെ തന്നെ ഈ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നതും പ്രപഞ്ചം പ്രവർത്തിക്കപ്പെടുന്നതും ആത്മസാന്നിധ്യത്താൽ തന്നെ. സ്വതയേവന ഭാതി. തനിയെ തന്നെ പ്രകാശിക്കുന്നില്ല. പിന്നെ പ്രകാശിക്കുന്നതായിട്ട് വേണേൽ തോന്നാം. അത് തെറ്റിദ്ധാരണയാണ്. ഉദാഹരണം മൃഗദൃഷ്ണീക. മരുഭൂമിയിൽ കാണുന്ന ജലം, മരുഭൂമിയിൽ ഒഴുകുന്ന ജലം ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷെ അത് ഉള്ളതല്ല. ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ കഥ പറയാനായിട്ട് സാധ്യമല്ല. ചില അധ്യാത്മവിദ്യ പഠിക്കുമ്പോൾ അല്ലെ പറഞ്ഞു തരേണ്ടി വരുന്ന ഒരു ഗുരുവിന് അത് പ്യുവർ സയൻസ് പറഞ്ഞു തരാനേ നേരമുള്ളൂ. അവിടെ കളി പറയാനോ ചിരി പറയാനോ നമ്മളുടെ മനോഭാവത്തിനനുസരിച്ച് വർത്തിക്കാനോ അവിടെ മനസ്സ് കാണിക്കില്ല. അവർ പരമസത്യം പറയുകയാണ്. അപ്പോൾ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ കണ്ടറിഞ്ഞ പരമാർത്ഥം കണ്ടറിഞ്ഞിട്ട് അതിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വെളിപ്പെടുത്തൽ നമ്മുടെ കൊച്ചുബുദ്ധിക്ക് ചിലപ്പോൾ സ്വീകാര്യമാണോ എന്ന് സംശയം തോന്നാം. അസ്വീകാര്യമല്ലേ, ഇത് ശരിയാണോ? പക്ഷെ ഏറ്റവും ശരി പറയുമ്പോൾ അതെല്ലാ കാലത്തും അവരെ നിഷേധികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഭൂമി
ഉരുണ്ടതാണെന്ന് ഒരു കാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞനെ പിടിച്ച് അകത്തിട്ട ഭരണകൂടമാണ് പലപ്പോഴും പലയിടത്തും ഉണ്ടായിരുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന് പറഞ്ഞപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അതാദ്യം വിളിച്ചു പറഞ്ഞ ആളെ അവിടുത്തെ മതനേതൃത്വം തുറുങ്കിലടയ്ക്കുകയാണ് ചെയ്ത്. പിന്നീട് വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് അവരത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. സത്യം പറയുമ്പോൾ ചിലപ്പോൾ അല്പം അപ്രിയമായിരിക്കും സത്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെയും പറയുകയാണ്, ഈ കാണപ്പെട്ടതെല്ലാം, ഭാസിക്കപ്പെട്ടതെല്ലാം, ഉണ്ടാക്കപ്പെട്ടതെല്ലാം ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിൽ നിന്നാണ്. ആത്മാവിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുവില്ല. ഉദാഹരണം കൂടി ഗുരു പറയുകയാണ് വളരെ വ്യക്തമായിട്ട്. മൃഗതൃഷ്ണിക, മാൻപേട വെള്ളം കുടിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ വളരെ ദൂരെ വെള്ളം ഓളം തല്ലുന്നതായിട്ട്, തിരതല്ലുന്നതായിട്ട് തോന്നുന്നു. ഓടി ഓടി അത് മരുഭൂമിയിൽ തളർന്നു വീഴുന്നത് പോലെ സാധാരണ ജീവന്മാരൊക്കെ ഈ പരമസത്യം അറിയാതെ എന്തിനൊക്കെയോ വേണ്ടി പായുന്നു. എന്തിനാ പായുന്നെന്ന് പോലും അറിയില്ല. ഞാൻ എന്തിനു ജീവിക്കുന്നു, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? എന്തിന് ഞാൻ സൃഷ്ടിക്കപ്പെട്ടു? അത് പോട്ടെ, ഏതായിരുന്നാലും ഞാൻ ഈ ലോകത്തിൽ വന്നു ഭവിച്ചു. സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ കാരണം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന് പോവട്ടെ, ഇനി നമ്മൾ മുമ്പോട്ടുള്ള കാര്യം നോക്കാം. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ എണീക്കുന്നു, എൻ്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, വൈകിട്ട് ഞാൻ ഉറങ്ങും. നാളെ രാവിലെ എണീക്കും, ഇതിനോടിടയ്ക്ക് ഭക്ഷണം കഴിക്കും, സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കും, സുഖമുണ്ടെന്ന് വിചാരിച്ച് ദുഃഖങ്ങളെയൊക്കെ ആശ്ലേഷിക്കും. ഇവിടെ ഞാൻ എന്തിന് ഇന്ന് വൈകുന്നേരം വരെ ജീവിക്കണം? എന്തിനു ജീവിക്കുന്നു? അല്ലെ കുറേയേറെ വൈകുന്നേരങ്ങൾ, കുറേയേറെ ദിവസങ്ങളെ മുമ്പോട്ട് നീക്കി ഞാൻ ഒരു ദിവസം ഈ ശരീരത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഞാനൊരു കണക്കെടുക്കുകയാണ്. ഞാൻ 60, 70, 80, 100 വർഷം ജീവിച്ചിട്ട് ഞാൻ എന്തു നേടി? അന്നേരം നമ്മളുടെ ബാലൻസ് ഷീറ്റ് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കണക്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എന്ത് ലാഭം, എന്ത് നഷ്ടം? നഷ്ടം സംഭവിച്ചത് ഇവിടെ ഏതാണ്ട് ചാക്ക് കണക്കിന് അരിയും ഗോതമ്പും പച്ചക്കറിയും തിന്നിട്ടുണ്ടാവും. ലിറ്റർ കണക്കിന് വെള്ളവും പാലും കാപ്പിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. അപ്പം ചിലപ്പോൾ നമ്മുടെ കണക്ക് നോക്കി വരുമ്പോൾ ലോസേ കാണത്തുള്ളൂ, നഷ്ടമേ കാണത്തുള്ളൂ. എനിക്കുണ്ടായ നേട്ടം എന്ത്? അല്ല, ഞാൻ എന്തിനു വേണ്ടി എൻ്റെ ജീവിതം വിനിയോഗിച്ചു? അല്ലെ നാളെ എന്തിനു വേണ്ടി വിനിയോഗിക്കണം? ഇത്തരത്തിലൊന്നും ചിന്തകളൊന്നും ഒരാളുടെ മനസ്സിൽ ഉദിക്കുന്നില്ല. ഉദിച്ചിട്ട് വലിയ കാര്യമില്ലെന്നാണ് നമ്മളെ മക്കോള പ്രഭുവിൻ്റെ വിദ്യാഭ്യാസം തുടരുന്ന ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണന്മാരുൾപ്പെടെയുള്ളവർ ലോകത്തിലേക്ക് തള്ളിവിടുന്ന വിദ്യാഭ്യാസം, അല്ലെ വിദ്യാർത്ഥി വിദ്യ നേടിയവരെന്ന് പറയുന്നത് ഒഴിഞ്ഞ പുട്ടുകുറ്റി പോലെ എന്ന് ഗുരു പറഞ്ഞതുപോലുള്ള വിദ്യാഭ്യാസം മാത്രം. ഗുരു വളരെ നല്ലൊരു ഉദാഹരണമാണ് ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. ആധുനിക വിദ്യാഭ്യാസം പുട്ടുകുറ്റി പോലെയാണ്, പുട്ടുകുത്തുന്നത് പോലെ പുട്ടിനോടാണ് ഉപമിച്ചത്. പുട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മാവ് കുഴച്ച് തേങ്ങയും ഒക്കെ ചേർത്ത്, അല്പം തേങ്ങ ആദ്യം ഇടുന്നു, കുറച്ച് മാവ് പുട്ടുകുറ്റിയിലേക്ക് വാരിയിടുന്നു, ഇടയ്ക്ക് വേണമെങ്കിൽ അല്പം നാളികേരത്തിൻ്റെ ഭാഗം കൂടി ഇടാം. വീണ്ടും മുകളിലും അതേപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം പുട്ടുകുറ്റി കലത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നു, കുടത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ആവി കയറുന്നു. ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ അത് കുത്തി പാത്രത്തിലേക്ക് ഇടുന്നു. അങ്ങനെ പുട്ട് റെഡിയായി കഴിഞ്ഞാൽ ആ പുട്ടുകുറ്റി വെറും പൊള്ളയായിട്ട് തന്നെ പഴയതുപോലെ നിൽക്കുന്നു. ഇതേപോലെയാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയോ തലച്ചോറിൽ നിറച്ചു വയ്ക്കുന്നു കുറച്ച് ദിവസത്തേക്ക്. അത് പരീക്ഷയ്ക്ക് ഛർദ്ദിച്ചു വയ്ക്കുന്നു. അത് കഴിയുമ്പോൾ ഒഴിഞ്ഞ പുട്ടുകുറ്റി പോലെയാവും. വലിയ ഗുണമൊന്നുമില്ല.
നമ്മൾ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ അത്യാവശ്യമുള്ളതായിരുന്നില്ല. അത്യാവശ്യമുള്ളതെന്നല്ല, ആവശ്യം പോലും ഉള്ളതായിരുന്നില്ല പലതും. പണ്ടിവിടെ ഒരു രാജാവ് വഴിനീളെ മരം കുഴിച്ചു വെച്ചു എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അയാൾ മരം കുഴിച്ചു വെച്ചാൽ നമുക്ക് എന്താ നേട്ടം അത് പഠിച്ചിട്ട്? പക്ഷെ ഞാൻ ആരാണെന്നുള്ളൊരു പഠനം ഉണ്ടായാൽ അത് യാതൊരു ഗുണവുമില്ലാത്തതാണെന്നാണ് ആധുനികന്മാർ പറയുന്നത്. അതിലും ഗുണമുള്ളതാണ് പണ്ട് ആരാണ്ട് ഇവിടെ കുളം കുത്തിയെന്ന് പഠിപ്പിക്കുന്നത്, അതോർത്ത് വയ്ക്കുന്നത്. അത് ഏത് വർഷമായിരുന്നു കുളം കുത്തിയത്, അത് കുളം കുത്തിയ ആളുടെ പേര്, അതിൻ്റെ നീളം, വീതി, ഉയരം, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ, ജീവിതത്തിൽ എന്ത് നേടാൻ? അതിനെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ കുറച്ച് കാണിക്കുകയല്ല, മറിച്ച് അതിനേക്കാൾ മൂല്യമുള്ള ഒരു സാധനത്തെ ഇവിടെ ഒന്നും അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. വിദ്യാഭ്യാസം നേടിയ വിചക്ഷണന്മാരെന്ന് പറയുന്നതും വലിയ വൈശാരാദ്യമുള്ളവരെന്ന് അവകാശപ്പെടുന്നവരുമൊക്കെ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത്. മറിച്ച് ഇവിടെ ഇതാ ഗുരു നമുക്ക് നല്ലൊരു വിദ്യ ഉപദേശിച്ചു തരികയാണ്, ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ സ്വാംശീകരിച്ചാൽ എല്ലാം നേടിയ വിദ്യകളിലൊന്നായ ബ്രഹ്മവിദ്യ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. നന്ദി.